ഇത് വെറും ഒരു 500 രൂപയല്ല. പലർക്കും ഇതൊരു സിനിമയ്ക്കുള്ള കാശായിരിക്കാം, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള ചെലവായിരിക്കാം. പക്ഷേ ബുദ്ധിയുള്ളവർക്ക് ഇത് ലക്ഷങ്ങളിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ ലക്ഷങ്ങൾ വേണമെന്ന് കരുതി കാത്തിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക: ഇൻവെസ്റ്റ് ചെയ്യാൻ ലക്ഷങ്ങൾ വേണമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? നിങ്ങൾ കാത്തിരിക്കുന്നത് ലാഭത്തിനല്ല, വലിയൊരു നഷ്ടത്തിലേക്കാണ്. സമയം പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര പണം ഉണ്ടെങ്കിലും അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. വെറും 500 രൂപ മതി നിക്ഷേപം തുടങ്ങാൻ. അത് എങ്ങനെ, എവിടെയെന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രം മതി. കയ്യിലുള്ള ഈ ഒരു ചെറിയ തുക കൊണ്ട് എങ്ങനെ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാമെന്ന് പലർക്കും അറിയില്ല എന്നതാണ് സത്യം. ഇന്ന് ഈ വീഡിയോയിൽ വെറും 500 രൂപ കൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ നേടാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കോമ്പൗണ്ടിങ്ങിന്റെ പവർ എന്താണെന്നും എവിടെയാണ് സുരക്ഷിതമായി നിക്ഷേപിക്കേണ്ടതെന്നും നമുക്ക് നോക്കിയാലോ. സാമ്പത്തിക അറിവുകൾ ലളിതമായി മനസ്സിലാക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവർ ഓഫ് കോമ്പൗണ്ടിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോമ്പൗണ്ടിംഗ് എന്ന് കേൾക്കുമ്പോൾ വലിയ മാത്തമാറ്റിക്സ് ആണെന്ന് കരുതി പേടിക്കൊന്നും വേണ്ട. വളരെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് കിട്ടുന്ന പലിശയ്ക്കും വീണ്ടും പലിശ കിട്ടുന്ന ഒരു രീതിയാണിത്. അതായത് നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് വീണ്ടും പുതിയ പണം ഉണ്ടാക്കുന്നു. ഒരു ചെറിയ മഞ്ഞുരുളി മലമുകളിൽ നിന്ന് താഴേക്ക് ഉരുളുമ്പോൾ അത് വലിയൊരു മഞ്ഞുകട്ടയായി മാറില്ലേ? അതുപോലെ തന്നെ സംഭവം. ചെറിയൊരു തുക കാലക്രമേണ ഒരു വലിയ സമ്പാദ്യമായി മാറുന്നതിനെയാണ് ഈ കോമ്പൗണ്ടിംഗ് എന്ന് വിളിക്കുന്നത്. കോമ്പൗണ്ടിംഗിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ എത്ര പണം നിക്ഷേപിക്കുന്നു എന്നതിലല്ല, എത്ര സമയം നിക്ഷേപിക്കുന്നു എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ 20ാമത്തെ വയസ്സിൽ വെറും ഒരു 500 രൂപ നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ കിട്ടുന്ന ലാഭം 30ാം വയസ്സിൽ 5000 രൂപ നിക്ഷേപിച്ചാൽ പോലും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം പണം വളരാൻ നിങ്ങൾ നൽകുന്ന ആ 10 വർഷത്തെ സമയമാണ് കോമ്പൗണ്ടിങ്ങിന്റെ ഒരു ഇന്ധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പണക്കാരനാകാൻ ഒരുപാട് പണം വേണമെന്നല്ല, നേരത്തെ തുടങ്ങണം എന്നാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മാസം 500 രൂപ വെച്ച് 15% ലാഭം കിട്ടുന്ന ഒരു ഫണ്ടില് 20 വർഷം നിക്ഷേപിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം 7.5 ലക്ഷം രൂപയാണ്. എന്നാൽ ഇതേ നിക്ഷേപം 30 വർഷത്തേക്ക് തുടർന്നാൽ അത് 35 ലക്ഷം രൂപയായി മാറും. വെറും 10 വർഷത്തെ വ്യത്യാസത്തിൽ കിട്ടുന്നത് 27 ലക്ഷം രൂപ അധികമാണ്. ഇതാണ് നേരത്തെ തുടങ്ങണമെന്ന് ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം. കോമ്പൗണ്ടിങ്ങിന്റെ ഗുണം ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പലരും പകുതി വഴിക്ക് നിക്ഷേപം ഉപേക്ഷിച്ച് പോകാറുണ്ട്. എന്നാൽ ഒരു മുളങ്കാട് വളരുന്നത് പോലെയാണ്. വർഷങ്ങളോളം അത് മണ്ണിനടിയിലെ വേരുകൾ ഇങ്ങനെ പടർത്തും, എന്നിട്ട് പെട്ടെന്ന് ആകാശത്തേക്ക് വളർന്നു വരും. അതുപോലെ നിങ്ങളുടെ നിക്ഷേപം 10ഓ 15ഓ ഒക്കെ വർഷം പിന്നിടുമ്പോൾ കാണിക്കുന്ന ആ ഒരു വളർച്ച നിങ്ങളെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തും. അവിടെയാണ് ക്ഷമയുള്ളവർ മാത്രം ജയിക്കുന്നത്. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ കോമ്പൗണ്ടിങ്ങിനെ വിളിച്ചത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്നാണ്. ഇത് മനസ്സിലാക്കുന്നവൻ പണം സമ്പാദിക്കുന്നു, ഇത് മനസ്സിലാക്കാത്തവൻ പലിശ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. കടക്കിടയിൽ വീഴുന്നതും കോമ്പൗണ്ടിങ് മൂലമാണ്, കോടീശ്വരനാകുന്നതും ഇതേ വഴിയിലൂടെയാണ്. പക്ഷെ ഇവിടെ ചോയ്സ് നിങ്ങളുടേതാണ്. ഈ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ഒരു ചെറിയ നിക്ഷേപം ആരംഭിക്കുക തന്നെ വേണം. ഇനി നമ്മൾ സാധാരണക്കാർ വരുത്തുന്ന 3 വലിയ തെറ്റുകളെ കുറിച്ച് പറയട്ടെ. അതിലാദ്യത്തേത് ഇൻഷുറൻസിനെ ഇൻവെസ്റ്റ്മെന്റ് ആയി കാണുന്നതാണ്. പലരും ആദ്യം ചെയ്യുന്ന ഒരു മണ്ടത്തരമാണിത്. LIC പോളിസിയോ മറ്റ് എൻഡോമെന്റിക് പ്ലാനുകളോ ഒക്കെ എടുത്തിട്ട് അത് വലിയൊരു നിക്ഷേപമാണെന്ന് നമ്മൾ വിശ്വസിക്കും. സത്യം പറഞ്ഞ് ഇത്തരം പോളിസികൾ നിങ്ങൾക്ക് നൽകുന്ന ലാഭം വെറും 5-6% ഒക്കെ മാത്രമാണ്. ഇത് പണപ്പെരുപ്പത്തെ പോലും മറികടക്കാൻ സഹായിക്കില്ല. ഇൻഷുറൻസ് എന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്കുള്ളതാണ്, എന്നാൽ പണം വളർത്താനുള്ളതല്ല. അതുകൊണ്ട് ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും എപ്പോഴും വേർതിരിച്ച് തന്നെ കാണുക. സുരക്ഷയ്ക്ക് ഒരു ടേം ഇൻഷുറൻസും വേണം. പണം വളർത്താൻ ഒരു മ്യൂച്വൽ ഫണ്ടോ ഓഹരികളോ തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി. രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത് പണം സുരക്ഷിതമായിരിക്കാൻ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടുകളിലോ FD ഇട്ടോ വെക്കുന്നതാണ്. ബാങ്ക് നൽകുന്ന 3 അല്ലെങ്കിൽ 6% പലിശ കൊണ്ട് നിങ്ങളുടെ പണം ഒരിക്കലും വളരാൻ പോണില്ല. കാരണം ഓരോ വർഷവും സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം അടുത്ത വർഷം 100 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമോ?
ഒരിക്കലുമില്ല. കുറഞ്ഞത് ഒരു 107 രൂപയെങ്കിലും ആയിരിക്കും. നിങ്ങളുടെ പണം അതിനേക്കാൾ വേഗത്തിൽ വളരുന്നില്ലെങ്കിൽ സത്യത്തിൽ നിങ്ങൾ ഓരോ ദിവസവും ദരിദ്രനായിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിൽ വെറും ഡെഡ് ഇൻവെസ്റ്റ്മെന്റായി പണം ഇടാതെ അത് മാർക്കറ്റിലിറക്കി പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാൻ പഠിക്കണം. നിങ്ങളുടെ അയൽവാസി ഒരു ഷെയർ വാങ്ങി ലാഭമുണ്ടാക്കി എന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതോ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ജാക്ക്പോട്ട് ടിപ്പ് വരുമ്പോഴോ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം അതിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ തെറ്റ്. മറ്റൊരാൾക്ക് ലാഭം കിട്ടിയത് അയാളുടെ അറിവോ ഭാഗ്യമോ കൊണ്ടാകാം. പക്ഷേ നിങ്ങൾ അത് കണ്ണും പൂട്ടി അനുകരിക്കരുത്. എവിടെയാണ് പണം ഇടുന്നതെന്ന് കൃത്യമായി പഠിക്കാതെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് നിക്ഷേപിച്ചാൽ അത് നിക്ഷേപമല്ല, വെറും ഒരു ചൂതാട്ടം മാത്രമാണ്. എവിടെ തുടങ്ങാം, എങ്ങനെ തുടങ്ങാം എന്ന് കൂടി മനസ്സിലാക്കിയാലോ? ആദ്യം ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം. നിക്ഷേപം തുടങ്ങാൻ ആദ്യം വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് പണം സൂക്ഷിക്കാനാണെങ്കിൽ ഓഹരികളും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളും സൂക്ഷിക്കാനാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ വിശ്വസനീയമായ പ്ലാറ്റ്ഫോമുകളായ സീറോദ, ഗ്രോ അല്ലെങ്കിൽ അപ്സ്റ്റോക്സ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആപ്പുകൾ നോക്കി തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അതുമായിട്ട് ലിങ്ക് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് വളരെ ലളിതമാണ്. നിങ്ങൾ പഠിച്ചതനുസരിച്ച് ഒരു നല്ല ഇൻഡെക്സ് ഫണ്ടോ ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ടോ തിരഞ്ഞെടുക്കുക. അതിൽ മന്ത്ലി SIP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെറും 500 രൂപ ടൈപ്പ് ചെയ്യുക. എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിയിൽ നിങ്ങളുടെ അനുവാദത്തോടെ ആ തുക ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. പണം മാറ്റിവെക്കാൻ മറന്നുപോകും എന്ന പേടി ഇനി വേണ്ട. സിസ്റ്റം അത് കൃത്യമായി ചെയ്തോളും. തുടങ്ങുമ്പോൾ വലിയ തുക വേണമെന്ന് നിർബന്ധമില്ല. ഒരു 500 രൂപയിൽ തുടങ്ങുന്നത് വഴി നിങ്ങൾ മാർക്കറ്റിനെ പഠിക്കാൻ തുടങ്ങുകയാണ്. ഓരോ മാസവും നിങ്ങളുടെ നിക്ഷേപം വളരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നും. കൂടെ ഓഹരി വിപണിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വായിച്ചും വീഡിയോകൾ കണ്ടും ഒക്കെ പഠിക്കുക. ഓർക്കുക, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെല്ലാം തുടങ്ങിയത് ചെറിയ തുകയിൽ നിന്നാണ്. പക്ഷെ അവർ തുടങ്ങിയത് ഇന്ന് തന്നെയാണ്. നിങ്ങൾ ആ തീരുമാനം ഇന്ന് തന്നെ എടുക്കുക, അല്ലാതെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇനി നിക്ഷേപ ലോകത്തെ ഏറ്റവും വലിയൊരു നിയമത്തെക്കുറിച്ച് കൂടി പറഞ്ഞു തരാം. എല്ലാ മുട്ടകളും ഒരു കൊട്ടയിൽ ഇടരുത്. മനസ്സിലായോ? നിങ്ങളുടെ കൈവശമുള്ള മുഴുവൻ പണവും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ മാത്രം നിക്ഷേപിച്ചാൽ ആ മേഖലയ്ക്ക് തളർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പണം മുഴുവൻ അപകടത്തിലാകും. ഇതിനു പകരം കുറച്ച് മ്യൂച്വൽ ഫണ്ടിലും കുറച്ച് സ്വർണത്തിലും ബാക്കി എമർജൻസി ഫണ്ടായും ഭാവിച്ചു വെക്കുക. ഇങ്ങനെ പലയിടങ്ങളിലായി നിക്ഷേപിക്കുമ്പോൾ ഒരിടത്ത് നഷ്ടം വന്നാലും മറ്റൊരിടത്ത് ലാഭം നിങ്ങളെ താങ്ങി നിർത്തും. ഓഹരി വിപണിയിലെ റിസ്ക് കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി സമയം നൽകുക എന്നതാണ്. മാർക്കറ്റ് ഇന്ന് താഴേക്ക് പോയാൽ നാളെ അത് തിരിച്ചു കയറും. ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ മാറ്റം കണ്ട് പരിഭ്രാന്തരായി പണം പിൻവലിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ തോറ്റു പോകാറുള്ളത്. എന്നാൽ ഒരു 5 വർഷമോ 10 വർഷമോ ലക്ഷ്യം വെച്ച് നിക്ഷേപിക്കുന്നവർക്ക് മാർക്കറ്റിലെ ചെറിയ തകർച്ചകൾ ഒരു പ്രശ്നമേ അല്ല. സമയം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ റിസ്ക് കുറയുകയും ലാഭം കൂടുകയും ചെയ്യും. നിക്ഷേപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നതാണ്. പെട്ടെന്ന് ഒരു ആശുപത്രി കേസോ അല്ലെങ്കിൽ ജോലിക്ക് തടസ്സമോ വന്നാൽ നിക്ഷേപിച്ച പണം പിൻവലിക്കേണ്ടി വരരുത്. കുറഞ്ഞ ഒരു 6 മാസത്തെ നിങ്ങളുടെ ചിലവിനുള്ള പണം സേവിങ്സ് അക്കൗണ്ടിലോ ലിക്വിഡ് ഫണ്ടിലോ മാറ്റിവെക്കുക. ഈ സുരക്ഷാ കവചം ഉണ്ടെങ്കിൽ മാർക്കറ്റിലെ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കൂ. കോമ്പൗണ്ടിങ്ങിന്റെ ശക്തിയും എവിടെ നിക്ഷേപിക്കണമെന്നും സാധാരണക്കാർ വരുത്തുന്ന തെറ്റുകളും നമ്മൾ കണ്ടു. പക്ഷേ ഇതെല്ലാം കേട്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതം മാറില്ല. ജീവിതം മാറണമെങ്കിൽ ആ തീരുമാനം എടുക്കണം. 500 രൂപ എന്നത് പലർക്കും ഒരു ദിവസത്തെ ചിലപ്പോൾ അനാവശ്യ ചിലവായിരിക്കാം. എന്നാൽ ആ 500 രൂപ ഇന്ന് നിക്ഷേപിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഭാവിയിലെ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള അടിത്തറയാണ് നിങ്ങൾ പാകുന്നത്. മാർക്കറ്റ് ഇടിയുമോ പണം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള പേടി അവർക്കും ഉണ്ടാകും. പക്ഷെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ റിസ്ക് എന്ന് ഓർക്കുക. പണക്കാരനാകുക എന്നത് ഒരു ഭാഗ്യമല്ല, അത് കൃത്യമായ പ്ലാനിങ്ങിന്റെയും അച്ചടക്കത്തിന്റെയും ഫലമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതിനോടകം നിക്ഷേപം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫണ്ടിലാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകട്ടെ. ഇതുപോലുള്ള കൃത്യമായ ഫിനാൻഷ്യൽ അറിവുകൾക്കായി നമ്മുടെ ഈ ചെറിയ കുടുംബത്തിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. മണി ക്ലാഷ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ശരി, അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി വീണ്ടും കാണും. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്.